ശക്തരാണെന്നും ജനങ്ങളോട് അർപ്പണ ബുദ്ധിയോടുകൂടി ഉത്തരവാദിത്വത്തോടുകൂടി ഇവിടെ ഭരിക്കുന്നവരുമാണ് എന്ന് ഉമ്മൻചാണ്ടി സർക്കാരിന് ബോധ്യപ്പെടുത്തണമെങ്കിൽ ഉടനെ തന്നെ ഈ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് ഇപ്പോ നേരത്തെ ഒരു മന്ത്രി പറയുന്നത് ഞാൻ കേട്ടു വേറൊരു ചാനലില്, അത് റിപ്പോർട്ട് വരട്ടെ, സുപ്രീം കോടതി ഞങ്ങൾക്ക് അത് തരട്ടെ, അപ്പൊ ഞങ്ങൾ നോക്കും പഠിക്കും. ഇതിനൊക്കെ കാത്തിരിക്കാതെ ഇപ്പോ കിട്ടിയിരിക്കുന്ന ഈ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് കിട്ടുമെങ്കിൽ ആ റിപ്പോർട്ടിന്റെ ഒരു കോപ്പി മന്ത്രിസഭയ്ക്കും കിട്ടും. എത്രയും പെട്ടെന്ന് ആ റിപ്പോർട്ടിന്റെ കോപ്പിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ എഫ്ഐആർ ഒക്കെ എടുത്തുകൊണ്ട് പെട്ടെന്നൊരു ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് എത്ര കേസുകൾ വേണമെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ട് അന്വേഷണം തുടങ്ങുക എന്നുള്ളതാണ്. ആ കാര്യങ്ങള് അന്വേഷണത്തിൽ കൂടി സുതാര്യമായിട്ട് കണ്ടെത്തുന്ന കാര്യങ്ങള് അതിൽ ആരൊക്കെ ഇൻവോൾവ് ആയിരുന്നാലും എത്രയും പെട്ടെന്ന് അത് ജനങ്ങളെ അറിയിക്കുക, തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഈ കാര്യത്തിൽ ഇവിടെ ഒരു തെറ്റ് നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും മന്ദബുദ്ധികളായിട്ടുള്ള ആളുകൾ പോലും അത് വിശ്വസിക്കാൻ. അഡ്വക്കേറ്റ് കാളീശ്വരം രാജ്, ജസ്റ്റിസ് CS രാജൻ പറഞ്ഞത് തിരുവിതാംകൂറിലെ ജനങ്ങൾക്ക് വലിയ രാജഭക്തി ഇപ്പോഴുമുണ്ട്. അവരാരും തന്നെ തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങൾ സ്വർണ്ണക്കടത്തിൽ ഉൾപ്പെട്ടു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല എന്നുള്ളതാണ്. സാധാരണക്കാരായ ആളുകൾ അവരുടെ സാമാന്യ യുക്തി അനുസരിച്ച് ചോദിച്ചുകൊണ്ടിരുന്നത് ഇത്രയും വലിയ സ്വത്തുവകകൾ ഇത്രയും കാലം സംരക്ഷിച്ചു നിർത്താൻ രാജകുടുംബത്തിനായില്ലേ, പിന്നെ എന്തിന് നമ്മൾ അവരെ അവിശ്വസിക്കണം എന്നുള്ളതാണ്. സാങ്കേതികമായി നിയമപരമായി താങ്കൾ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അംഗീകരിക്കുമ്പോൾ തന്നെ ഇവിടെ പെരിങ്ങമൽ അജിത്ത് സൂചിപ്പിക്കുന്ന പോലെ തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ കുലദൈവം എന്ന നിലയിൽ നൂറ്റാണ്ടുകളായി ഇതിനെ സംരക്ഷിച്ചു പോകുന്നവരെന്ന നിലയിൽ അവരുടെ ഒരു സ്റ്റേക്കിനെ നമുക്ക് കുറച്ച് കാണാൻ കഴിയുമോ? രണ്ട് കാര്യങ്ങൾക്ക് ഞാൻ മറുപടി പറയാം. ഒന്നാമതായി, ഇത് ഇപ്പോൾ വന്നിട്ടുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നാം ഏതെങ്കിലും വസ്തുതാപരമായ നിഗമനത്തിലെത്തണമെന്ന് ആരും പറയുകയില്ല. പക്ഷേ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണം നടത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പക്ഷേ ആ അന്വേഷണം നടക്കണമെങ്കിൽ ഇത് സുപ്രീം കോടതിയിൽ നിലവിലുള്ള കേസായതുകൊണ്ട് ആ അന്വേഷണത്തിന് വേണ്ടി സത്യസന്ധമായിട്ടുള്ളൊരു അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നുള്ള നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കണം. ജനങ്ങൾക്ക് വേണ്ടി കേരള ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ ആ തരത്തിലുള്ളൊരു നിലപാട് സ്വീകരിക്കുക, ഇത്തരത്തിലുള്ള ഗൗരവപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ഉന്നയിക്കപ്പെട്ട സ്ഥിതിക്ക് ജനങ്ങളുടെ മുമ്പിലുള്ള അക്കൗണ്ടബിലിറ്റി, പ്രതിബദ്ധത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഒരു അന്വേഷണം ഈ കാര്യത്തിൽ ആവശ്യമാണ് എന്നുള്ള നിലപാടാണ് ഒരു ജനകീയ ഗവൺമെന്റ് സുപ്രീം കോടതി മുമ്പാകെ സ്വീകരിക്കേണ്ടത്. പക്ഷേ ഹൈക്കോടതിയിലും മറ്റും സ്വീകരിച്ച നിലപാട് വെച്ച് നോക്കുമ്പോൾ അതിനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. അതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത്. രണ്ടാമതായി, ഈ മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇല്ലെങ്കിൽ മതത്തിൻ്റെ ഇല്ലെങ്കിൽ ഭക്തന്മാർക്ക് ഇല്ലെങ്കിൽ ഡിവോട്ടീസ് ആയിട്ടുള്ള ആളുകൾക്ക് പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടുള്ള രീതിയിൽ വേണം ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നടത്താൻ എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. തീർച്ചയായിട്ടും മതത്തിൻ്റെ ഇല്ലെങ്കിൽ വിശ്വാസികളുടെ അഭിപ്രായങ്ങൾക്ക് പ്രസക്തിയുണ്ട്, അവ നിരാകരിക്കപ്പെടാൻ പാടില്ല. പക്ഷേ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ പലപ്പോഴും അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ അതിനൊക്കെയുള്ള ഒരു തടസ്സവാദമായിട്ടില്ലെങ്കിൽ അതിനൊക്കെ മറുപടിയായിട്ട് മതത്തിൻ്റെ കാര്യം ഏറ്റെടുക്കുന്നത് ഇല്ലെങ്കിൽ ആ കാര്യം ഉയർത്തിവിടുന്നത് ശരിയായ നിലപാടല്ല. ഇത് പറയുമ്പോൾ ഓർമ്മ വരുന്നത് വാസ്തവത്തിൽ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്നുള്ള രീതിയിൽ പിന്നീട് പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ച ഡോക്ടർ അംബേദ്കറിൻ്റെ പ്രസംഗിക്കപ്പെടാതെ പോയിട്ടുള്ള ലാഹോർ പ്രസംഗത്തിൻ്റെ അതിൻ്റെ പ്രബന്ധ രൂപത്തിലുള്ള ചില വാചകങ്ങളാണ്. അന്ന് ഡോക്ടർ അംബേദ്കർ എഡ്മണ്ട് ബർക്കിനെ ഉദ്ധരിച്ച് പറയുകയുണ്ടായിട്ടുണ്ട്, മതത്തിലെ തിന്മകൾക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ മതത്തിനെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങളല്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മതം വളരെ പ്രധാനമാണ് എന്ന് വെച്ച് മതത്തിൻ്റെ പേരിൽ, ദൈവത്തിൻ്റെ പേരിൽ, വിഗ്രഹങ്ങളുടെ പേരിൽ, അമ്പലത്തിൻ്റെ പേരിൽ നടക്കുന്ന അഴിമതികൾ തുറന്നു കാട്ടപ്പെടാതിരുന്നുകൂടാ. ഏതാണ്ട് ഈ രീതിയിലുള്ള നിലപാട് സുപ്രീം കോടതിയിൽ കേരള ഗവൺമെന്റ് സ്വീകരിക്കുക. അങ്ങനെ ജനകീയ പ്രതിബദ്ധത, സത്യസന്ധത ഇല്ലെങ്കിൽ സത്യത്തോടുള്ള പ്രതിബദ്ധത ഇനിയെങ്കിലും സർക്കാർ കാണിക്കുക. ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അന്വേഷണത്തിന് തയ്യാറാണ് എന്നുള്ള നിലപാട് സുപ്രീം കോടതി മുമ്പാകെ കേരള ഗവൺമെന്റ് സ്വീകരിക്കുക. ഇതായിരിക്കാം ഒരു പക്ഷേ ഇന്നത്തെ അവസ്ഥയിൽ നാം എത്തിച്ചേർന്നിട്ടുള്ള അവസ്ഥയിൽ നമുക്ക്. ഇവിടെ അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ് പറഞ്ഞത് പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ നമ്മൾ സ്വീകരിക്കേണ്ടതല്ലേ? കാരണം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നു, സംശയങ്ങൾ ഉടലെടുക്കുന്നു. അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിൽ ഗുരുതരമായ ക്രമക്കേട് നടക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇതിൽ സുതാര്യമായ ഒരു അന്വേഷണം നടത്തി കാര്യങ്ങൾ കുറെ കൂടി വെളിച്ചത്ത് കൊണ്ടുവരികയും ക്ഷേത്രം സ്വത്തുവകകൾ അന്യാധീനപ്പെടാതിരിക്കാൻ ശരിയായ സംരക്ഷണം ഉറപ്പുവരുത്താൻ, ക്ഷേത്രത്തിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ട നടപടികൾ സ്വീകരിക്കുകയുമല്ലേ വേണ്ടത്? അതല്ലേ ജനാധിപത്യപരമായി നമ്മൾ ഈ വിഷയത്തിൽ കാണിക്കേണ്ട മാന്യത? അല്ല, ഇവിടെ പറഞ്ഞത്
ഞാൻ ഇതിനു മുമ്പേ ഒരു കാര്യം നമ്മുടെ ബഹുമാനപ്പെട്ട MLA ഒരു കാര്യം ഇവിടെ സൂചിപ്പിച്ചത്. കാരണം പാവപ്പെട്ടവരിൽ നിന്നും പിഴിഞ്ഞെടുത്ത സമ്പത്താണ് അവിടെ സൂക്ഷിക്കുന്നതെന്നാണ്. ഒരിക്കലും അതൊരു രാഷ്ട്രീയ പ്രസംഗമായിട്ട് മാത്രമേ ജനം അതിനെ കാണൂ. കാരണം തിരുവിതാംകൂർ മഹാരാജ്യം ഇവിടെ ഭരിച്ചിരുന്ന സമയത്ത് ഇപ്പോൾ ശ്രീ പത്മനാഭ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തൊട്ട് ചിത്രതിരുനാൾ മഹാരാജ് തൊട്ട് അങ്ങോട്ട് തുടങ്ങുന്ന രാജാക്കന്മാർ അവർക്ക് സമർപ്പിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ആ സമ്പത്തായാലും സംഭാവനകളായിരുന്നാലും പാരിതോഷികങ്ങളായിരുന്നാലും ഇതെല്ലാം അവരുടെ കുലദൈവമായ ശ്രീ പത്മനാഭ സ്വാമിക്ക് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സമർപ്പിക്കുന്ന ആ വസ്തുവകകൾ തന്നെയാണ് ഇന്ന് ശ്രീ പത്മനാഭ ദാസന് സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ നിന്നും ഒരു തരി എന്ന് പറഞ്ഞാൽ ഒരു തരി പോലും രാജകുടുംബത്തിനോ അല്ലെങ്കിൽ രാജകുടുംബവുമായി ബന്ധപ്പെട്ടവരോ അതിൽ നിന്നും കടത്തിയിട്ടില്ല. ഇതിൽ പ്രശസ്തമായത് 97 പൂജയ്ക്ക് വേണ്ടി നിലവറ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് പൂജാ സാധനങ്ങൾ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആണ് ഇവിടെ തർക്കം ഉണ്ടാവുന്നത്. അന്ന് സുന്ദരയ്യർ ഇത് തുറക്കാൻ പാടില്ല, നിലവറ തുറക്കാൻ പാടില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേസ് ഫയൽ ചെയ്തത്. അന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് പറഞ്ഞത് അത് തുറന്ന് പരിശോധിച്ച് തിട്ടപ്പെടുത്തണമെന്നാണ് പറഞ്ഞത്. ഇത് അവിടെ നിന്ന് രാജാവ് കടത്തിക്കൊണ്ടു പോകുന്നത് അല്ലെങ്കിൽ രാജകുടുംബം കടത്തിക്കൊണ്ടു പോകുന്നതുമായി ബന്ധപ്പെട്ട് കേസ് കൊടുത്തപ്പോൾ രാജകുടുംബം പറഞ്ഞത് ഇത് തീർച്ചയായിട്ടും അത് തിട്ടപ്പെടുത്തി പരിശോധന നടത്തണമെന്നാണ് രാജകുടുംബവും തിരുവിതാംകൂർ രാജകുടുംബവും ആവശ്യപ്പെട്ടത്. അതിനെ മറച്ചു വെച്ചുകൊണ്ടാണ് സുന്ദരയ്യരാണ് ഇത് തുറന്ന് ജനങ്ങളെ കാണിച്ചത് അല്ലെങ്കിൽ ഈ വിഷയം അവതരിപ്പിച്ചതെന്ന് പറഞ്ഞത് തെറ്റായ ഒരു ധാരണയാണ്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനൊരു സുതാര്യമായിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് അല്ലെങ്കിൽ ഇതിനകത്ത് പൂജാരിമാരുടെയോ അല്ലെങ്കിൽ പണ്ഡിതന്മാരുടെയോ ഒന്നും അഭിപ്രായം ചോദിക്കാതെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. ഞാൻ പറയുന്നത് ഒരു പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലക്ഷോപലക്ഷം ഹിന്ദുക്കൾ ഭക്തജനങ്ങൾ അവരുടെ വികാരം പോലും മാനിക്കാതെയാണ് ചില നടപടികൾ പല ഭാഗത്തു നിന്നും ക്ഷേത്രത്തിൽ ഉണ്ടാകുന്നത്. ഈ കഴിഞ്ഞ സമയത്ത് തന്നെ ഒരു സംഭവം ഉണ്ടായി. ജമീല പ്രകാശം, ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ അവസാനമായി എന്താണ് പറയാനുള്ളത്? ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഈ ചർച്ചകളൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എത്രയും പെട്ടെന്ന് സർക്കാർ രംഗത്ത് വന്ന് ഈ സമ്പദ്ശേഖരത്തിന്റെ ഇനി അങ്ങോട്ടുള്ള മാനേജ്മെന്റ് ആ കാര്യവും ഈ ക്ഷേത്രഭരണത്തിന്റെ മാനേജ്മെന്റും ഇത് രണ്ടും രണ്ട് പ്രത്യേക കാര്യങ്ങളാണ്. തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ തന്നെ അത് രണ്ടും രണ്ട് പ്രത്യേക രീതിയിൽ വെവ്വേറെ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ട, സമീപിക്കേണ്ട, കാണേണ്ട കാര്യങ്ങളാണ് എന്ന് കണക്കിലെടുത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെയധികം ശ്രീമതി ജമീല പ്രകാശം, അഡ്വക്കേറ്റ് കാളീശ്വരം രാജ്, ശ്രീ പെരിങ്ങമല അജിത്ത് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയതിന്. ഈ സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.